തിരുവനന്തപുരത്തെ ശംഖുമുഖം തീരം സർക്കാർ സംവിധാനങ്ങൾ പാടെ അവഗണിക്കുന്നുവെന്ന് പരാതി. തലസ്ഥാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടും അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടാക്കാൻ അവിടെ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. തീരത്ത് അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ മുതൽ ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാരില്ലാത്തതുവരെ ശംഖുമുഖത്തെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളിൽ ചിലതാണ്. തലസ്ഥാന നഗരത്തിൻ്റെ സായാഹ്നങ്ങളെ മനോഹരമാക്കിയ ഒന്നാണ് ശംഖുമുഖം തീരം. ഇന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ അവഗണനയുടെയും അനാസ്ഥയുടെയും ഒരു പ്രതീകമായി മാറി ശംഖുമുഖം. തലസ്ഥാനവാസികൾക്ക് മാത്രമല്ല, പുറത്തുള്ളവരുടെയും പ്രിയപ്പെട്ട ഇടമാണ് ശംഖുമുഖം തീരം. തിരുവനന്തപുരത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എടുത്താൽ അതിൽ മുൻപന്തിയിലാണ് ശംഖുമുഖം എന്നതിൽ സംശയമില്ല. സ്വദേശീയരും വിദേശീയരുമായ നൂറുകണക്കിന് ആളുകൾ ദിനംപ്രതി എത്തുന്ന ബീച്ചിൽ നല്ലൊരു വഴിയോ ഇരിപ്പിടമോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. ശംഖുമുഖത്ത് അധികൃതരുടെ ശ്രദ്ധ പതിയേണ്ട പ്രശ്നങ്ങൾ ഏറെയുണ്ട്. തീരത്തെ പല ഇരിപ്പിടങ്ങളും തകർന്ന അവസ്ഥയിലാണ്. നല്ലൊരു വഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. പ്രായമായവരും മറ്റും ഏറെ പണിപ്പെട്ടു വേണം ബീച്ചിലേക്ക് ഇറങ്ങാൻ. ഈ രീതിയിൽ മലിനമാകുന്നത് നമുക്കൊക്കെ വളരെ വിഷമമുള്ള കാര്യമാണ്. ഇത് തന്നെ, ഈ സ്ഥലം തന്നെ ഞങ്ങൾ എന്തുമാത്രം ആസ്വദിച്ചിട്ടുള്ള സ്ഥലമാണിത്. പക്ഷേ ഇപ്പോഴ് ഈ വള്ളങ്ങളൊക്കെ ഇവിടെ കൊണ്ടിട്ട് ഈ ട്രക്കുകൾ വന്നാണ് ഈ വള്ളത്തെ തള്ളി ഇറക്കിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ധാരാളം വന്നടിഞ്ഞു കൂടുകയാണ്. ഇതൊക്കെ നമുക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അത് എത്രയും പെട്ടെന്ന് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണമെന്നും നമുക്ക് ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ സർക്കാർ ശ്രദ്ധ പതിപ്പിക്കുമെന്നും ഉള്ള വിശ്വാസത്തിൽ ഇരിക്കുകയാണ്. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി തെളിയിച്ച വിളക്കുകളൊക്കെയും പാതി മയക്കത്തിലാണ്. ഇതിനേക്കാളൊക്കെ പ്രധാന പ്രശ്നം ശൗചാലയ സൗകര്യം ഇല്ലെന്നതാണ്. ആകെയുള്ളത് പണം നൽകി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരെണ്ണം മാത്രം, അതുതന്നെ ശോച്യാവസ്ഥയിലും. സ്ത്രീകൾക്കായുള്ള ഷീറ്റ് ടോയ്ലറ്റുകളാണെങ്കിൽ കാടുപിടിച്ച അവസ്ഥയിലും. സന്ദർശകർ വലിച്ചെറിയുന്ന ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തീരം. അതിനൊക്കെ പുറമെ ബീച്ചിന്റെ നല്ലൊരു പങ്കും വള്ളങ്ങളും മറ്റു മത്സ്യബന്ധന ഉപകരണങ്ങളും കൊണ്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. വൈകുന്നേരം വള്ളം കടലിലിറക്കുന്നതിനായി ട്രാക്ടർ കൂടിയെത്തുന്നതോടെ ആളുകൾക്ക് ബീച്ചിലിറങ്ങാൻ കഴിയാതെയാവും. ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാരില്ലാത്തതും പുതിയ രക്ഷാപ്രവർത്തന സാമഗ്രികൾ ഇല്ലാത്തതും വെല്ലുവിളിയാകുന്നുണ്ട്. ഒട്ടും വൃത്തിയില്ലാത്ത സാഹചര്യവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവുമാണ് ശംഖുമുഖം ബീച്ചിനെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്നത്. ടൂറിസം വികസനം സംസ്ഥാന സർക്കാരിൻ്റെ മുഖമുദ്രയാകുമ്പോൾ അതിനുവേണ്ടി വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ സെന്റർ അടക്കമുള്ള പുതിയ പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കുമ്പോൾ തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബീച്ചിന്റെ അവസ്ഥ ഇതെന്നു കൂടി ഓർക്കണം. ഈ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഉടൻ പരിഹാരമുണ്ടാകേണ്ടത് അനിവാര്യം തന്നെ. നന്ദകിഷോറിനൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഒരുപാട് വിദേശികളടക്കം നിരവധി ആളുകൾ എത്തുന്ന തലസ്ഥാന നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ശംഖുമുഖം, നമുക്കറിയാം. എന്നിട്ടും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാരില്ലാത്തതും ഇവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് പ്രദേശവാസികൾ നമ്മോട് പറഞ്ഞത്. നമ്മുടെ അന്വേഷണം നടത്തിയപ്പോൾ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ്. പൊതുവെ വൃത്തിയില്ല. വേസ്റ്റുകൾ അവിടെ നിരത്തി പുഴു അരിച്ച് ആളെയൊക്കെ എടുക്കാൻ വയ്യാതെ ഇവിടെ നാൾ ഭയങ്കര പരാതിയായിരുന്നു. ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണല്ലോ, നമ്മളിപ്പോൾ വരണവർ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ക്ലിയർ ആവും. ഗവൺമെൻറ്റിൽ ഇതെല്ലാം ചെയ്യാം. ഇത്രയും ചെയ്തിട്ടും ഒരു ബാത്റൂം ഇല്ലെന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിൽ അത്യാവശ്യം ഇത്രയും ജനങ്ങൾ വരുന്നിടത്ത് നമ്മുടെ ഗവൺമെൻറ് തന്നെ അതിലൊരു നല്ല കാര്യം എടുക്കണം. വളരെ മോശകരമായൊരു കാര്യമാണ്. ശരിക്കും നന്നായിട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ സർക്കാർ. എന്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഇതാണ്, ഒട്ടും ചെയ്യുന്നില്ല എന്നുള്ളത്. ആദ്യമായിട്ടാണ് ഇപ്പോൾ ശംഖുമുഖം ബീച്ചിൽ വരുന്നത്. തിരുവനന്തപുരം എന്ന് പറയുന്നൊരു തലസ്ഥാനത്ത് ഇത്ര വലിയൊരു ജില്ല ആകുമ്പോൾ ഇതൊക്കെ ഒരു ക്ലീനിങ് ചെയ്യേണ്ട ഒരു അത്യാവശ്യമാണ്. ഇത്രയും ടൂറിസ്റ്റൊക്കെ വരുന്ന ഏരിയയല്ല. ലിറ്ററിങ് ഉണ്ടെന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു ഗാർബേജ് ബോക്സ് ഉണ്ടോ ഇവിടെ എവിടെയെങ്കിലും? നമ്മളൊന്നും ചെയ്യാതെ നിന്നിട്ട് ഇവിടെ കേടാകുന്നു, അതാകുന്നു, ഇതാകുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫസ്റ്റ് ഒരു മൂവ് മേക്ക്. ഈ ബീച്ച് ഭയങ്കരമായിട്ട് മോശമായിട്ടുണ്ട്. ലോട്ട് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ്. പബ്ലിക് തന്നെ കുറച്ച് നോക്കണം എത്ര വേസ്റ്റ് നമ്മൾ തന്നെ ഇടുന്നത്. അത് പിന്നെ ഗവൺമെൻറ് ഓൾസോ ഷുഡ് മെയിൻറ്റെയിൻ, ഷുഡ് ബ്രിങ് സം ഓർഡർ. വിനീത് നാരായണൻകുട്ടി പറയുന്നു, SK നാളെ രാവിലെ ആനദൗത്യം അല്ലേ, ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ ഷോ ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും. നാളെ എന്താ പ്രത്യേകത? നാളെ ചൊവ്വാഴ്ചയാണ്. നാളെ തീർച്ചയായിട്ടും ഗുഡ് മോർണിംഗ് വിത്ത് SK ഉണ്ടാകും. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാകണം. രാവിലെ നമുക്ക് മോർണിംഗ് ഷോ പൊളിക്കണ്ടേ?